ഈശ്വര ഭഗവാനെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ. അപ്പോൾ ദോശമാവ് കുറച്ചിട്ടിട്ടേ ഒരു 2-3 ദോശ, കുട്ടി ദോശ ഉണ്ടാക്കി നമുക്ക് ഇന്നത്തെ രാവിലത്തെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഞാൻ കുട്ടി ദോശ ഉണ്ടാക്കാറുള്ളൂ. വലിയ ദോശ ഉണ്ടാക്കുമ്പോഴേ എന്താണെന്നറിയില്ല, അത് ശരിയാവണില്ല. അപ്പോൾ ഇത്തിരി എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല നൈസായിട്ടൊരു ദോശ അങ്ങോട്ട് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ മുഖം കാണിക്കാൻ മറന്നിരിക്കണോ? അപ്പോൾ കണ്ടോളൂ, ഇതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ആ 3 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ചട്നി രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ടാണ് കഴിക്കാം. നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം കഴിക്കൂട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് വരാം. നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണത്. അപ്പോൾ ഞാൻ കഴിച്ച് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വേഗം കഴിക്കട്ടെ കേട്ടോ. ഇന്ന് അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലേക്ക് ഈ സമയത്ത് അത്യാവശ്യം മഴയായിരുന്നു, ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ഗുഡ് സണ്ണി ക്ലൈമറ്റ്. അപ്പം ഇന്നൊരു യാത്രയുണ്ട്. ചെന്നൈയിൽ നിന്ന് നമ്മൾ തിരുവണ്ണാമലൈ വരെ പോവുകയാണ്. തിരുവണ്ണാമലൈ ടെമ്പിളിൽ പോകണം. അതുപോലെ തന്നെ നാളെ അവിടെ അടുത്ത് ഒരു മാരേജ് ഉണ്ട്. അതൊരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ്. അപ്പോൾ അതൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ ജയ്സാറ്, ബീന മാം, ബാല, ഞാനും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോന് ശേഷം അവരോടൊപ്പം എല്ലാവരും കൂടിയുള്ളൊരു വീഡിയോ, ഒരു ട്രാവൽ വീഡിയോ, അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിലെ ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു ഫാമിലി 20K ഫാമിലി ആയിരിക്കുകയാണ്. സോ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. നമ്മൾ ആദ്യം ARJ സോൺസ് ആയിരുന്നു, അതിന്ന് പിന്നെ കൈതച്ചക്കയായി. അപ്പോഴാണ് ഷോർട്ട് കണ്ടന്റ് വീഡിയോസ് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു, ട്രാവൽ വിത്ത് അർജു ആയി. ലാസ്റ്റ് ഇയർ ഏതാണ്ട് ഈ ടൈമിലാണ് നമ്മൾ ട്രാവൽ വിത്ത് അർജുൻ്റെ 10K സെലിബ്രേഷൻ ഉണ്ടായത്. സോ അടുത്ത ഒരു വർഷം കൊണ്ട് നമ്മൾ 20K ആയിട്ടുണ്ട്. കോൺസ്റ്റന്റ് സപ്പോർട്ട് ഫ്രം യു ഗൈസ് മെയ്ഡ് ദിസ്. ഐ എം വെരി ഹാപ്പി, വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു. സോ ആ ഒരു സപ്പോർട്ട് തുടർന്നുണ്ടാവണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, ഒരു ഗീവ് അവേ. അപ്പൊ ഗീവ് അവേ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, അപ്പോൾ നല്ല രസകരമാക്കാൻ ഞാൻ ശ്രമിക്കാം. മുഴുവനായി കാണുക. ഇതിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗീവ് അവേക്ക്. സോ സ്റ്റേ ട്യൂൺ. ഞാനൊന്ന് റെഡി ആവട്ടെ. നമുക്കൊരു 11-11:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം. അവിടുന്ന് നമുക്ക് തിരുവണ്ണാമല യാത്ര ആരംഭിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിന് പുറത്തിറങ്ങി ബാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് പോകണ്ട, സാറ് വഴിയിൽ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും, പോണ വഴി തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ആ യാത്ര മിച്ചം. പിന്നെ നമ്മുടെ ഗീവ് അവേ കുറിച്ച് പറയാം. അപ്പോൾ ഗീവ് അവേ ഒന്നുമില്ല, ചെറിയൊരു പരിപാടിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചെറിയൊരു ഗീവ് അവേ ഒക്കെ ചെയ്യണം. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ. ഓക്കെ, ഈ 3 ചോദ്യങ്ങൾ നമ്മുടെ വീഡിയോസായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ഈ 3 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് ഉത്തരം തരുന്ന ആളുകൾ, ഈ തരുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗീവ് അവേ ആയതുകൊണ്ട് ഒരാൾക്ക് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ഇപ്പോൾ പറയാം. ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേരളത്തിലെ 14 ജില്ലകളിൽ ഏതാണ്ട് 11 ജില്ലകളിലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 ജില്ലകളിൽ മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ 3 ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ഫസ്റ്റ് ചോദ്യം. നമ്മുടെ ചാനലിൽ ഒരുപാട് നോൺ മലയാളി ഫ്രണ്ട്സ് വീഡിയോസ് കാണുന്നതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലും പറയാം. സോ ഔട്ട് ഓഫ് ദ 14 districts in Kerala, I have visited 11 districts and have posted vlogs over there. Okay. So which are the rest 3 districts where I haven't posted any vlogs in Kerala? Okay. ഇതാണ് ഫസ്റ്റ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം ഉടനെ തന്നെ വരാം. നമ്മുടെ യാത്രക്കിടയിൽ ഞാൻ രണ്ടാമത്തെ ചോദ്യം പറയാം. സോ യാത്ര ആരംഭിക്കാം. ഹായ്, நம்ம சேனல் இன்னைக்கு வந்து 20K ரீச் ஆயிருக்கு. അപ്പോൾ അതോടെ സ്പെഷ്യൽ വീഡിയോ தான். സാറിൻ്റെ കാറ് ദൂരേന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ 11:30 നമ്മൾ യാത്ര ആരംഭിച്ചു. ചെന്നൈയിലെ സിത്തലപ്പാക്കത്ത് നിന്ന് തിരുവണ്ണാമലൈ വരെ 196 കിലോമീറ്റർ ഉണ്ട്.
പിന്നെ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം തിരുവണ്ണാമലൈ സിറ്റിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഒരു 200 കിലോമീറ്റർ ഓവറോൾ നമുക്ക് കൂട്ടാം. അപ്പോൾ എങ്ങനെയും ഒരു 4 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അടക്കം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് തിരുപ്പോരൂർ, മേൽമറവത്തൂർ, ചെങ്കൽപ്പേട്ട് വഴിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്ന സിത്തലപ്പാക്കം ചെന്നൈ ഡിസ്ട്രിക്റ്റിലല്ല, അത് ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലാണ് പെടുക. അപ്പോൾ നമ്മൾ ദൂരെ ഒരു ബിൽഡിങ് കാണണില്ലേ, ഇത് വന്നിട്ട് കോഗ്നിസെൻറ്റിൻ്റെ ഓഫീസാണ് കേട്ടോ. കോഗ്നിസെൻ്റ് ഉൾപ്പെടെ ഒരുപാട് IT കമ്പനീസ് ഉള്ള സിരിസേരിയിലൂടെയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. കോഗ്നിസെൻറ്റിൻ്റെ വേറൊരു ഓഫീസ് തൊറയിപ്പാക്കത്തുണ്ട് കേട്ടോ. തിരുവണ്ണാമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2ാം തവണയാണ് അങ്ങോട്ട് പോണത്. പണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ ഞാനും 2 ഫ്രണ്ട്സും കൂടിയും പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ പോണ്ടിച്ചേരി പോണ വഴിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് തിരുവണ്ണാമലയിൽ ഒരു വഴിപാടുള്ളതുകൊണ്ട് അങ്ങോട്ടും പോയി. അവിടെയായിരുന്നു ആദ്യത്തെ വിസിറ്റ്. അന്ന് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ദൈവത്തിൻ്റെ ദർശനം കിട്ടി. ആ ഒരു നല്ല ഓർമ്മ ഉണ്ട് എനിക്ക്. നമ്മൾ പോണ വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ തിരുപ്പോരൂർ കന്ദസ്വാമി ക്ഷേത്രമാണ് കാണുന്നത്. മുരുകക്ഷേത്രമാണ്. 2009 റിലീസായ തമിഴ് സിനിമ വിക്രം അഭിനയിച്ച കന്ദസ്വാമി ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ക്ഷേത്രത്തിന് മുന്നിലായിട്ടൊരു വലിയ മരമുണ്ട്. അപ്പോൾ ആ മരത്തിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് ഒരു ചരട് കെട്ടിയിട്ട് അതിൽ കെട്ടുക, ആരും അറിയാതെ. അപ്പോൾ അത് ദൈവം സാധിച്ചു തരുന്നൊരു വിശ്വാസമുണ്ട്. ആ സിനിമയിലും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെങ്കൽപ്പേട്ട് കയറി, അതായത് ചെന്നൈയുടെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇനിയും എത്ര ദൂരം ഉണ്ടാവും? ഒരു 4 hours, 3 hours hardly. 3 hours. അതിനിടയിൽ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് 4 hours പറയും. അവർക്ക് നമ്മളെ ഓവർടേക്ക് ചെയ്യുക, നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുക. അതിൻ്റെ മുമ്പിൽ പോണ YBM ടൂറിസ്റ്റ് ബസ്സും പിന്നെ ഈ ഗവൺമെൻറ് ബസ്സും നമ്മളെ ഓവർടേക്ക് ചെയ്തു, നമ്മൾ അവരെയും ഓവർടേക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് അവർ പിന്നെയും നമ്മളെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ ആ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ഗവൺമെൻറ് ബസ്സിനെ വീണ്ടും ഓവർടേക്ക് ചെയ്തു കേട്ടോ. YBMൻ്റെ ബസ്സൊക്കെ എങ്ങോട്ടോ പോയി, ദൂരെ പോയി. അപ്പോൾ ഈ ബസ് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോണ ബസ്സാണ് തോന്നുന്നു. അപ്പോൾ ആൾ നല്ലോണം കത്തിച്ച് വിടുന്നുണ്ട് നമ്മളെ ഓവർടേക്ക് ചെയ്യാനായിട്ട്. സാറ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ മേൽമറവത്തൂർ എത്തുന്നു. മേൽമറവത്തൂർ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ആദിപരാശക്തി അമ്മൻ ക്ഷേത്രവും അതുപോലെ തന്നെ ബംഗാരടികൾ സിദ്ധർ പീഠവും ഒക്കെ ഉണ്ട്. ചെന്നൈ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 85 കിലോമീറ്റർ ഉണ്ട് മേൽമറവത്തൂരിലേക്ക്. പോകുന്ന വഴിയിൽ കുറേ ഇടങ്ങളിലായിട്ട് ഇങ്ങനെ കുരങ്ങന്മാർ കൂട്ടം കൂടി ഇരിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോഴേ സമയം ഏതാണ്ട് 1 മണിയായി. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. നമുക്ക് പറ്റിയൊരു ലഞ്ച് സ്പോട്ട് ഈ ഹൈവേ തന്നെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി, അവിടെ മില്ലറ്റ് റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആര്യാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാക്കാം ഇന്നത്തെ ലഞ്ച്. എന്തായാലും അമ്പലദർശനമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ ആക്കാം. അപ്പോൾ ഒരു മീൽസ് ഓർഡർ ചെയ്തു. ഒരുപാട് കറികളുണ്ട്, മേലെ പപ്പടവും താഴെ ഒരു റൊട്ടിയും. അപ്പോൾ റൊട്ടിയൊക്കെ നമുക്ക് നിമിഷ നേരത്തിൽ കാലിയാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ റൊട്ടിക്ക് ശേഷം റൈസ് വന്നു, പിന്നെ ഒരുപാട് കറികളുണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ ഞാൻ കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. നിങ്ങളെല്ലാവരും ഗീവ് അവേൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അധികം സമയം എടുക്കണില്ല. 2ാമത്തെ ചോദ്യം അതിനുള്ള സമയമായി. ഗീവ് അവേൻ്റെ
അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങളെല്ലാവരും നല്ല കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഞാനും എൻ്റെ സുഹൃത്ത് രവിയും കൂടി ഒരു ഫ്ലൈറ്റ് ജേണി നടത്തി. ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണി. ഓക്കെ, കൊച്ചി ടു ബാംഗ്ലൂർ. അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഏത് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്? അത്രയേ ഉള്ളൂ ചോദ്യം. ഞാൻ ഇംഗ്ലീഷിലും പറയാം. സോ ലാസ്റ്റ് ഇയർ July, myself and my friend Ravi had our first flight journey from Cochin to Bangalore. So which airlines we have used for that? So നിങ്ങളെല്ലാവരും കറക്റ്റ് ആൻസർ ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ യാത്ര റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് ജസ്റ്റ് 1 കിലോമീറ്റർ മുന്നോട്ട് എത്തിയപ്പോഴേക്കും ടോൾ പ്ലാസ എത്തി കേട്ടോ. ടോൾ പ്ലാസയുടെ അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നുണ്ട്. നൊങ്ക് കണ്ടു, അതുപോലെ തന്നെ മാങ്ങ, പിന്നെ മുല്ലപ്പൂവ്, പിന്നെ വെള്ളരിക്ക നല്ല തൊലിയൊക്കെ ചെത്തിയിട്ട് മുറിച്ചത്. അത് നല്ല ഉപ്പും മുളക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ വയറ്റിൽ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ വണ്ടി എന്തായാലും നിർത്തുമല്ലോ. അപ്പോൾ ആളുകളുടെ ഒരു നല്ല സെയിൽസ് സ്ട്രാറ്റജിയാണ്. പാവങ്ങൾ, അവരുടെ ഒരു ഉപജീവന മാർഗം. പിന്നെ ആര്യാസിലെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് വളരെ നന്നായി. മോര് കറിയിൽ അവർ ചെറിയ ഉള്ളി ഇട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ എവിടുന്ന് ഞാൻ മോര് കറി അങ്ങനെ കഴിച്ചിട്ടില്ല. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എനിക്ക് മാത്രമാണോ കിട്ടിയതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ബാലോട് വെച്ചപ്പോൾ ബാലയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായി. പായസം ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളി. പക്ഷെ ഒരു കാര്യം, സർവീസ് അത് കുറച്ച് താഴോട്ടായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഒറ്റ ടൈമിൽ വന്നതുകൊണ്ട് അവർക്ക് എല്ലാവരെയും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പോട്ടെ, സാരില്ല. പിന്നെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ഇങ്ങനെ തുടരുന്നു. അപ്പോൾ 2 ബസ്സുകൾ ഇങ്ങനെ പാരലൽ റണ്ണ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒന്ന് വെല്ലൂർക്കും ഒന്ന് തിരുവണ്ണാമലയ്ക്കും. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മളിനി റൈറ്റ് എടുക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് നാരോ റോഡാവും. അപ്പോൾ കടകളൊക്കെ കുറച്ച് കുറവായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പാർട്ടി കൊടികളൊക്കെ ഉണ്ട്, കൂടുതലും റൂളിംഗ് പാർട്ടിയുടെ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് 68 കിലോമീറ്ററോളം ഉണ്ട് തിരുവണ്ണാമലയിലേക്ക്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് സ്ത്രീകൾ മുല്ലപ്പൂ വിൽക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. എത്ര ദിവസമായി ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ട്. നല്ല നെൽപ്പാടങ്ങൾ. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ നാട് വാടനാംകുറിശ്ശി ഓർമ്മ വരണു. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കൃഷിയൊക്കെ സത്യം പറഞ്ഞാൽ കുറവാണ് കേട്ടോ. അങ്ങ് ദൂരെ ഒരു വലിയ മല കാണുന്നുണ്ട് അല്ലേ? ആ മലയുടെ മേലെ ഒരു ഫോർട്ട് ഉണ്ട്. ഇതാണ് സെഞ്ചി ഫോർട്ട്. ഇവിടെയൊക്കെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് ഒരുപാട് മലകൾ കാണുന്നുണ്ട് കേട്ടോ. അതൊരു മരണ വീടിൻ്റെ അടുത്ത് ആൾക്കാർ ഡാൻസ് കളിക്കണതാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് തമിഴ്നാട്ടിലൊരു ആചാരമാണ്, ഡപ്പാങ്കൂത്ത് എന്നൊക്കെ പറയും. അതായത് മരിച്ച ആൾക്കാരുടെ ആത്മാവ് വളരെ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ നിന്ന് പോണം എന്നാണ് അവരുടെ ആചാരം. എന്താ അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ എത്തിത്തുടങ്ങി കേട്ടോ. ഇനി വെറും 10 കിലോമീറ്റർ മാത്രമേ തിരുവണ്ണാമലയിലേക്കുള്ളൂ കേട്ടോ. അതും കിട്ടുമായിരിക്കും. ഇവിടുന്ന് എത്ര 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? അതെ അതെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു നടയുടെ മുന്നിലൂടെയാണ് യാത്ര ചെയ്യുന്നത്.
ഏത് നടയാണിതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. നമ്മുടെ അടുത്ത വീഡിയോയിൽ ക്ഷേത്രത്തിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ അതുപോലെ? അപ്പോൾ നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറി. ഇതിപ്പോൾ ബാംഗ്ലൂർ ഹൈവേ ആണ്. നമ്മുടെ മുമ്പിൽ ഒരു ഫ്ലൈ ഓവർ എക്സ്പ്രസ് ബസ് ഉണ്ട്, തിരുവണ്ണാമലൈ ടു ബാംഗ്ലൂർ വയ കൃഷ്ണഗിരി ഹൊസൂർ. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 208 കിലോമീറ്റർ ഉണ്ട്. അതായത് ഏതാണ്ട് ചെന്നൈയിൽ നിന്ന് വന്ന ദൂരം അത്രയൊക്കെ തന്നെ. ആൻഡ് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, സ്റ്റെർലിംഗ് അരുണ ആനന്ദായി. ഫ്രണ്ട്സ്, അങ്ങനെ വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ തിരുവണ്ണാമലയിലുള്ള സ്റ്റെർലിംഗ് അരുണ ആനന്ദായി എന്നൊരു 3 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. സോ തമിഴ്നാട്ടിലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ തിരുവണ്ണാമല അമ്പലത്തിൽ പോകണം. അതൊരു 5:30 കഴിഞ്ഞിട്ട് പോകാനാണ് പരിപാടി. ഇപ്പോൾ 4 മണി ആയിട്ടുള്ളൂ, സമയമുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇവിടെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിടാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഈ സ്റ്റെർലിംഗ് എന്നത് ബാംഗ്ലൂർ ഹൈവേ റൂട്ടിലാണ്, തിരുവണ്ണാമലയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ടിൽ. അപ്പോൾ പിന്നെന്താ, ഫൈനലി നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ഗീവ് അവേ അല്ലേ. അപ്പോൾ ആ 3rd ക്വസ്റ്റ്യൻ ഇതാണ്. ഈ അടുത്ത് ഞാൻ ഗുരുവായൂർ വെച്ചിട്ട് ഒരു 100 റുപ്പീസ് ചലഞ്ച് നടത്തേണ്ടായി. 100 രൂപയ്ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. ആ ഒരു ചലഞ്ച് വീഡിയോയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എന്താണ് കഴിച്ചത്, അതാണ് 3rd ക്വസ്റ്റ്യൻ. ഐ വിൽ ആസ്ക് ഇൻ ഇംഗ്ലീഷ്. So my 3rd question here is, last year I had done a food challenge at Guruvayur for 100 rupees. Okay, so my breakfast, lunch and dinner on a particular day I have completed within 100 rupees. So what was my breakfast, lunch and dinner that day? അത്ര പാടൊന്നുമല്ല, നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു 3 വീഡിയോസും 3 ക്വസ്റ്റ്യൻസും ശരി ഉത്തരം നൽകുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ആ സമ്മാനം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല. ഒരു സമ്മാനം, ഒരു കൊച്ചു സമ്മാനമാണ്. അപ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് 7 ദിവസത്തെ സമയമാണ് ഉള്ളത്. ഈ 7 ദിവസത്തിനുള്ളിൽ ശരി ഉത്തരം കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ളിൽ തന്നെ വേറെ 1-2 വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തിരുവണ്ണാമലൈ സീരീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൈയിലെത്തി തുടങ്ങുന്ന ആദ്യത്തെ വീഡിയോയിൽ അതിൻ്റെ ഗീവ് അവേയിലെ വിന്നറെ ഞാൻ പ്രഖ്യാപിക്കാം. അപ്പോൾ ഒരു 7 ദിവസം സമയമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരേ അക്കൗണ്ടിൽ നിന്ന് 2-3 കമൻറ്റ് ഇടരുത്. ഒരേ കമൻറ്റിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം ശരിയല്ലെങ്കിൽ വേറൊരു ഉത്തരം ഓക്കെ എന്ന ലെവലിൽ ഇടരുത്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ശരി ഉത്തരം നൽകുന്നതിൽ നിന്ന് ഒരാൾക്ക് ഒരു സമ്മാനമുണ്ട്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബൈ. അപ്പോൾ തിരുവണ്ണാമല അമ്പലത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെർലിംഗ് ഹോട്ടലിൻ്റെയൊക്കെ കാഴ്ചകളുമായിട്ട് ഒരു അടിപൊളി വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.